നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീലിന്റെ പ്രണയവിവാഹത്തിന്റെ തുടക്കം നിങ്ങൾ കേട്ടു. ഇന്ന് ആ പ്രണയം ഒരു ഭീകരമായ ശിക്ഷയായി മാറുന്നു. രാശീലിന്റെ ഭർത്താവ് സെഡ് അവളുടെ കാലുകളിൽ 25 അടി നീളമുള്ള ചങ്ങലയിട്ട് പൂട്ടി. മൃഗങ്ങളെക്കാൾ മോശമായ അവസ്ഥയിലായി അവൾ. വീട്ടുകാർ പോലും അവളുടെ വേദന കണ്ട് ചിരിച്ചു. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട രാശീൽ മരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവളിലെ സിഖ് വീര്യം അവളെ തടഞ്ഞു. അവൾ രക്ഷപ്പെടാനുള്ള അവസരത്തിനായി കാത്തിരുന്നു. സെഡ് ഉറങ്ങിയ ശേഷം ആ അവസരം വന്നപ്പോൾ അവൾ വെറുതെ ഓടിപ്പോവുകയല്ല ചെയ്തത്. രാശീൽ ഒരു കൃപാൺ പകർത്തി ആ ക്രൂരതയ്ക്ക് എങ്ങനെ അറുതി വരുത്തിയെന്ന് കേൾക്കൂ. അവൾ സെഡിനെ നപുംസകനാക്കി മാറ്റി. രാശീൽ ശക്തമായി പ്രതിഷേധിച്ചു. അവളുടെ മനോഭാവം കണ്ട് അവർ അവളുടെ കാലുകളിൽ ചങ്ങലയിട്ടു. അവൾക്ക് നടക്കാം, പക്ഷേ ഓടാൻ കഴിയില്ല. ചങ്ങലയിലായിട്ടും വീട്ടുജോലികൾ ചെയ്യാൻ അവൾ നിർബന്ധിതയായി. ആ വീട് അവൾക്ക് നരകത്തേക്കാൾ കഷ്ടമായിരുന്നു. സെഡ് അവളെ മൃഗീയമായി പീഡിപ്പിച്ചു. അതോടെ ലൈംഗികതയോട് അവൾക്ക് വെറുപ്പ് തോന്നി. മറ്റുള്ളവർ ഇവിടെ എത്ര സന്തോഷമായി കഴിയുന്നു, ഈ കഷ്ടപ്പാട് നീ തന്നെ വരുത്തിവെച്ചതാണ്. സെഡ് അവളെ കളിയാക്കി. രാശീൽ ആ ജീവിതം മടുത്തു. മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ ഉള്ളിലെ സിഖ് രക്തം അവളെ പിന്തിരിപ്പിച്ചു. ഒടുവിൽ ഒരു ദിവസം സെഡിന്റെ മാതാപിതാക്കൾ തീർത്ഥാടനത്തിന് പോയി. സെഡും രാശീലും മാത്രം വീട്ടിലായി. സെഡ് ഉറക്കത്തിലായി. രാശീൽ ആ അവസരം ഉപയോഗിച്ചു. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ എഴുന്നേറ്റു. ശബ്ദമില്ലാതെ തന്റെ കൃപാണെടുത്തു. അവൾ ആ ചങ്ങലകൾ അവന്റെ കാലിലിട്ട് പൂട്ടി. എന്നിട്ട് അവന്റെ ലൈംഗികാവയവത്തിന് നേരെ ശക്തമായി പ്രഹരിച്ചു. അവൻ വേദന കൊണ്ട് അലറി. രാശീൽ മുറി പൂട്ടി പുറത്തിറങ്ങി. അവൾ അവസാനമായി ആ ബുർഗ ധരിച്ചു. മറ്റൊരു നഗരത്തിലെത്തി അത് ചപ്പുകുട്ടിയിൽ ഉപേക്ഷിച്ചു. ട്രെയിൻ കയറി രാശീൽ ഇവിടെയെത്തി. രംഗം മാറുന്നു. വാണി, ഞാൻ വിവാഹമോചിതയാണെന്ന് കള്ളം പറഞ്ഞതാണ്. സത്യത്തിൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ്. രാശീൽ സത്യം വെളിപ്പെടുത്തി. അവനെ നപുംസകനാക്കുന്നതിലൂടെ മറ്റൊരു പെണ്ണും ഇനി അവന്റെ ക്രൂരതയ്ക്ക് ഇരയാവില്ലെന്ന് ഞാൻ ഉറപ്പാക്കി. അതാണ് എന്റെ നീതി. അതെ രാശീൽ, നീ ചെയ്തത് ശരിയാണ്. ഞാൻ അവളെ പിന്തുണച്ചു. ഞാനൊരു സിഖ് പെണ്ണാണ്. ഞങ്ങളെ സീകാനി എന്ന് വിളിക്കും. ഞാൻ ചെയ്തത് നീതിയാണ്, രാശീൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഈ എപ്പിസോഡ് രാശീലിനെ ഒരു ഇരയിൽ നിന്ന് ഒരു വീരനായി മാറ്റുന്നു. എപ്പിസോഡ് 11 സമാപ്തം. എപ്പിസോഡ് 12. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശീലിന്റെ ദുരനുഭവം കേട്ടതിനുശേഷം ഇന്ന് ഞാൻ അവളുടെ സീകാനി സിഖ് സ്ത്രീ കരുത്തിനെക്കുറിച്ചും അവളുടെ വേദനയിൽ നിന്നുണ്ടായ ഉപദേശത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. രാശീൽ പറയുന്നു, ഗുരുദ്വാര സാഹിബിലെ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന ഗുരുവാണി പോലും സെഡിന്റെ മേൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തിയില്ല എന്ന്. എനിക്കും രാശീലിനുമിടയിലുള്ള ആ രസകരമായ സംഭാഷണം നിങ്ങൾ കേൾക്കും. കുഴിയിൽ വീഴാതെ തന്നെ കുഴിയിൽ വീണാൽ എന്തു സംഭവിക്കുമെന്നറിയാൻ സാധിക്കും. എന്നാൽ എന്റെ ഭൂതകാല കഥകൾ അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ വർത്തമാനകാലത്തെ അപകടം വീണ്ടും തലപൊക്കുന്നു. മന്തുവിനോടുള്ള എന്റെ ഭയം ഇപ്പോൾ എത്രത്തോളം വർദ്ധിച്ചുവെന്നാൽ ഇത് വിധിക്കായി വിട്ടുകൊടുത്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. പോലീസിന്റെ പക്കൽ ശക്തമായ തെളിവുകൾ ഒന്നുമില്ല എന്നതാണ് എന്റെ ആശയക്കുഴപ്പം. ഇപ്പോൾ എന്റെ മുന്നിൽ ഒരേയൊരു വഴിയേ ഉള്ളൂ, എന്റെ ബുദ്ധിമുട്ട് അൽക്കമാമിനോട് തുറന്നു പറയുക. എന്റെ ചെറിയ കാര്യങ്ങൾക്കായി ആദ്യമായി ഞാൻ എങ്ങനെയാണ് അൽക്കമാമിനെ സമീപിക്കുന്നതെന്നും മാം തന്റെ മാതൃസഹജമായ വാത്സല്യത്തോടെ എനിക്ക് ആശ്വാസം നൽകുന്നതിനോടൊപ്പം തന്നെ തന്റെ പ്രശ്നം എന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്ന് സ്നേഹപൂർവ്വം എന്നെ ശാസിക്കുന്നതും നിങ്ങൾ കേൾക്കും. മാം പറഞ്ഞു, നിനക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യവും എനിക്ക് ചെറുതാകില്ല. അൽക്കമാമിന് തന്റെ സ്വാധീനവും പരിചയങ്ങളും ഉപയോഗിച്ച് മന്തുവിൽ നിന്നുള്ള ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ഈ പരിഹാരത്തിനു മുൻപ് ഇപ്പോൾ രാശീലും അവിടെയില്ലാത്ത സാഹചര്യത്തിൽ മാം എന്നെ വീണ്ടും അത്താഴത്തിനായി വിളിച്ചതെന്തിനായിരിക്കും? തുടർന്ന് കേൾക്കാം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 12. കുഴിയെക്കുറിച്ചുള്ള അറിവും ഒരു പുതിയ അപേക്ഷയും. ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ചതിനുശേഷം രാശീൽ അരമണിക്കൂർ കൂടി എന്റെ കൂടെ നിന്നു. ഗുരുദ്വാര സാഹിബിൽ സെഡ് വളരെ പാവമായ ഒരു വ്യക്തിയെപ്പോലെയാണ് അഭിനയിച്ചിരുന്നത്. എന്നാൽ അവൻ അങ്ങനെയല്ല. എന്നെ തന്റെ വലയിൽ വീഴ്ത്തുക എന്നത് അവന്റെ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ ആയിരുന്നു. അവന്റെ പിടിയിൽ അകപ്പെട്ട ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവൻ മനുഷ്യനല്ല, ഒരു രാക്ഷസനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഗുരുദ്വാരയിലെ പരിശുദ്ധമായ അന്തരീക്ഷം കാരണം അവിടെ അവൻ നല്ലവനായി അഭിനയിച്ചതാവാം, രാശീൽ വിശദീകരിച്ചു. തീർച്ചയായും രാശീൽ,
സെഡ് സാഡിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അവന്റെ ഭാര്യയായതുകൊണ്ട് നിനക്ക് അവന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് സെക്ഷുവൽ സേഡിസം ഇരയാകേണ്ടി വന്നു. എന്റെ സൈക്കോളജി അറിവ് ഉപയോഗിച്ച് ഞാൻ അവളുടെ വാക്കുകളെ ശരിവെച്ചു. മറ്റൊരു മതത്തിന്റെ പ്രാർത്ഥനാലയങ്ങളിൽ തനിച്ചുവരുന്ന ഒരു പുരുഷനെയും ഒരു പെൺകുട്ടിയും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നെപ്പോലെ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, രാശിയിൽ ഉപദേശിച്ചു. കുഴിയിൽ വീഴാതെ തന്നെ കുഴിയിൽ വീണാൽ എന്തു സംഭവിക്കുമെന്നറിയാൻ സാധിക്കും. ഞാൻ സൈക്കോളജി പഠിച്ചതുകൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയുണ്ട്, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാശിയിൽ യാത്ര പറഞ്ഞുപോയി. അച്ഛൻ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല എന്ന കാര്യം ഞാൻ മറന്നുപോയി. അവൾ പോയ ശേഷവും ഞാൻ രാശീലിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. മനുഷ്യരുടെ പ്രവൃത്തികളോടൊപ്പം വിധിയും ഇഴചേർന്ന് കിടക്കുന്നു. അല്പസമയത്തിനു ശേഷം അച്ഛൻ വിളിച്ചപ്പോഴാണ് എന്റെ ചിന്തകൾ നിന്നത്. അച്ഛാ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരൻ പോളിയും കടിയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രംഗം മാറുന്നു. മന്തുവിന്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടാലും തെളിവുകളില്ല എന്ന് പറഞ്ഞ് അവർ അത് തള്ളിക്കളയുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ എനിക്ക് അൽക്കമാം മാത്രമേ ശരണമുള്ളൂ. അവർക്ക് വലിയ വ്യക്തികളുമായി ബന്ധമുണ്ട്. അവർക്ക് എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. സ്കൂൾ കഴിഞ്ഞയുടനെ മാമിനെ വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഭാഗ്യത്തിന് അൽക്കമാം ആ ദിവസം സ്കൂളിൽ വന്നിരുന്നു. ഞാൻ ചെന്ന് അവരെ കണ്ടു. മാം എന്നെ വളരെ ആത്മാർത്ഥമായി സ്വീകരിച്ചു. വാണി, എന്താണ് വിശേഷം? നീ ഇതുവരെ എന്നെ കാണാൻ സ്കൂളിൽ വന്നിട്ടില്ലല്ലോ. എല്ലാം ശരിയല്ലേ? മാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ മന്തുവിനെക്കുറിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. അവന്റെ കടയുടെ അഡ്രസ് തരൂ, ഞാൻ ഇപ്പോൾ തന്നെ അതിനൊരു പരിഹാരം കാണാം. നിനക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യവും എനിക്ക് ചെറുതാകില്ല. നീ ഭയമില്ലാതെ പോകൂ, മാം സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ മാമിനോട് നന്ദി പറഞ്ഞു. 4 ദിവസത്തിനു ശേഷം മാം എന്നെ വീണ്ടും അത്താഴത്തിന് വിളിച്ചു. രാശിയിൽ അമേരിക്കയിലേക്ക് പോയി. ഇപ്പോൾ മാമും ഞാനും മാത്രമേ ഉണ്ടാവൂ. മാം എന്റെ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. ഈ എപ്പിസോഡ് വാണിയും അൽക്കയും തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നു. എപ്പിസോഡ് 13 ൽ ഒരു വലിയ രഹസ്യം പുറത്തുവരാൻ പോകുന്നു. എപ്പിസോഡ് 12 സമാപ്തം.